এখন পানিও খাইতাম পারি না, 3 দিন 4 দিন পানি খাই আর ইসলাম আইসকে বাদ বিকা। شوف الكلب هذا موجود هنا. ഇവൻ പറയുന്നത് പച്ച കള്ളമാണ്. അതെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയും ഫേസ്ബുക്കിൽ റീച്ചിന് വേണ്ടിയും ഇയാൾ ചെയ്ത ഈ തന്തയില്ലായ്മയുടെ ഇവൻ പറഞ്ഞ മുഴുവൻ കഥയും 100% വ്യാജമാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. এখন পানিও খাইতাম পারি না, 3 দিন 4 দিন পানি খাই আর ইসলাম আইসকে বাদ বিকা। জ্বরও হাতে আর পানি বন্ধ হয়েছে, পানি খাইতাম পারি না। আল্লাহ আল্লাহ, কোনো বিদ্যমান ব্যক্তি তাহলে রে আমার সাহায্য করো রে, আমার অন্থায় উদ্ধার করো রে। আমার মানিয়া বেসিলছে রে, আমার বিছা দিছে কাতারি এগিয়ে আনি আছে সৌদির আরে ঘুরে এগিয়ে মুঠো সারে না, কয় মরি যা নাইলে বাঁচি যা, দেশা তো হয় আমি উবাইতাম পারি না, ফরি যাই বাথায় ঘুরিয়া পাল্লা খাইয়া অন্তাই আমার উষ্টাইয়া মুরগিয়া তুলিয়া নিয়ে টানিয়া হামো লাগায়। বুধবাইও আমার দমজার, আমি কিলা বাঁচতাম, আমারে বাঁচাও। ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അയ്യോ പാവ ഒരു ബംഗാളി ചെക്കൻ, എന്നാലും ഈ ചെക്കന്റെ അറബി ഇവനോട് ഇങ്ങനെ ക്രൂരത കാണിച്ചല്ലോ. ഈ അറബികളൊക്കെ ഇങ്ങനെ തന്നെ മനുഷ്യത്തല്ല, ഇവരൊക്കെ ക്രൂരന്മാരാണ്, തൊഴിലാളികളോട് യാതൊരു മാന്യതയില്ലാത്ത വല്ലാത്ത ജന്തുക്കൾ തന്നെ ഈ അറബികള് എന്നൊക്കെ സ്വാഭാവികമായിട്ട് മാർക്കും തോന്നും, ഇല്ലേ? നമുക്കൊക്കെ തോന്നും. മാത്രമല്ല ഇയാളുടെ സ്പോൺസർ ആയിട്ടുള്ള കഫീലായിട്ടുള്ള ആളിനോട് നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും. എന്തൊരു ക്രൂരത ഇയാൾ കാണിക്കുന്നത്. ഒരു തൊഴിലാളിയെ അവർ തൊഴിലിന് വേണ്ടി കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടിട്ടിട്ട് പട്ടിണിക്കിടുക, നമുക്ക് ആർക്കും ദേഷ്യം തോന്നും. പക്ഷെ എന്താണ് ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തെളിവ് സഹിതം നമ്മൾ പിടിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഇവൻ എന്താണ് പറയുന്നത് എന്നാണ്. ഇവൻ പറയുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 6 മാസമായി ഞാൻ സൗദി അറേബ്യയിൽ എത്തിയിട്ട് എനിക്ക് 6 മാസമായിട്ട് കഫീൽ ശമ്പളം തരുന്നില്ല, ഞാൻ കടുത്ത ദാരിദ്ര്യത്തിലാണ്, മരുഭൂമിയിലാണ് എൻ്റെ ജോലി, ഞാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് മരുഭൂമിയുടെ മണലിലാണ്, എനിക്ക് കിടക്കാൻ റൂമില്ല, ഒരു ആട്ടുംകൂട് പോലുള്ള സെറ്റപ്പിലാണ് ഞാൻ കിടക്കുന്നത്, ശമ്പളം ആവശ്യപ്പെട്ടതിന് കഫീൽ എന്നെ തുടർച്ചയായി മർദ്ദിക്കുകയാണ്, അങ്ങനെ എൻ്റെ 2 കാലുകളും തളർന്നിരിക്കുകയാണ്, ചികിത്സ ആവശ്യപ്പെട്ടിട്ട് തളർന്ന കാലിൽ കഫീൽ വീണ്ടും മർദ്ദിക്കുകയാണ്, കുടിക്കാൻ വെള്ളം പോലും ഈ മരുഭൂമിയിൽ എനിക്കില്ല, ആടുകൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ദാഹം മാറ്റുന്നത്. ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവൻ പറയുന്നത് പച്ച കള്ളമാണ്. അതെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയും ഫേസ്ബുക്കിൽ റീച്ചിന് വേണ്ടിയും ഇയാൾ ചെയ്ത ഈ തന്തയില്ലായ്മയുടെ ഇവൻ പറഞ്ഞ മുഴുവൻ കഥയും 100% വ്യാജമാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. ഈ ആരോപണം വലിയ രീതിയിൽ വൈറലായി എന്ന് വെച്ചാല് തുടർന്ന് ഏതോ സാഹചര്യത്തിൽ എക്സിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ കഫീല് ഈ വീഡിയോ കാണാനിടയായി. അയാൾ ഞെട്ടിപ്പോയി. എന്താണ് ഇത് പറയുന്നത്? ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്റെ പേരിൽ എന്തിനാണ് തന്റെ തൊഴിലാളി കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ സംഗതി കണ്ട് ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഫേസ്ബുക്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത ഒരു ഐഡിയ ആണ്. ഇത്തരത്തിൽ സാധാരണ വീഡിയോ ഇറക്കുമ്പോൾ ഇത് വ്യാപകമായിട്ട് ഷെയർ പോലും. ഇവൻ ഇത് ചെയ്തത് ഫേസ്ബുക്കിലാണ്. ഇത് അവൻ ഉദ്ദേശിച്ച പോലെ തന്നെ വ്യാപകമായിട്ട് ഷെയർ പോയി ഈ സാധനം. അങ്ങനെ ഏതൊരു അവസരത്തിൽ ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള ചില അക്കൗണ്ടുകളുടെ എക്സിൽ അവരിത് കാണാനിടയായി. അവർ ഈ കണ്ടന്റ് എടുത്തിട്ട് സൗദി അറേബ്യയിൽ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമോഫോബിക് കണ്ടന്റ് ആയിട്ട് ഇവര് എക്സിൽ ഇത് അപ്ലോഡ് ചെയ്തു. ഫേസ്ബുക്കിൽ റീച്ച് ആയതിന്റെ 10,000 ഇരട്ടിയോടെ എക്സിലും ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ആ സമയത്താണ് ഇയാളുടെ കഫീൽ ഇത് കാണാനുള്ള സാഹചര്യം ഉണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ ഇത് കണ്ടപ്പോൾ തന്റെ തൊഴിലാളി എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്ത് അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. അയാൾ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അയാൾ തന്റെ ഫോൺ എടുത്തിട്ട് തൊഴിലാളിന്റെ റൂമിൽ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. شوف الكلب هذا موجود هنا. شوف يسوي كذاب. ايده طيب، ورجل طيب، وجه طيب، في اكل. شفت؟ في مويه. كل شيء موجود هنا، موجود ما شاء الله. في حمام، باثروم. ها شفت؟ ها ليه يسوي كذاب؟ هو كذاب. എയർ കണ്ടീഷനുള്ള നല്ലൊരു റൂം, അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് അവിടെ കിടക്കേണ്ട, ഭക്ഷണം സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജ് ഉണ്ട്, നല്ലൊരു ബാത്റൂം ഉണ്ട്. അങ്ങനെ ഒരു പ്രവാസി തൊഴിലാളിക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു റൂമാണ് കഫീൽ ഇദ്ദേഹത്തിനായിട്ട് പ്രൊവൈഡ് ചെയ്തത്. തന്നെ കഫീൽ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് ഷർട്ടില്ലാതെ കരഞ്ഞു മെഴുകി വീഡിയോ ചെയ്ത ഇയാള് തന്നെയാണ്
എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു റൂമിൽ സുഖമായിട്ട് കഴിയുന്നത്. ഇതിൽ നിന്ന് തന്നെ ആ കാര്യം വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ച് ലഭിക്കാനും ആളുകളുടെ സഹതാപം ലഭിക്കാനും വേണ്ടി ഇവൻ ചെയ്ത ഒരു ശുദ്ധ തെണ്ടിത്തരമാണ്. ഇവന്റെ ആദ്യത്തെ വീഡിയോ, അതായത് ശമ്പളം തരുന്നില്ല, വെള്ളമില്ല, വസ്ത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവന്റെ നാടകമുണ്ടല്ലോ, അത് കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മാത്രം കളിച്ച ഒരു തന്തയിലായിരുന്നു. ഇത്തരം സാഹചര്യം കൊണ്ട് വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? ഗൾഫ് നാടുകളിൽ എല്ലാ കഫീലന്മാരും ഭയങ്കര ഡീസന്റ് ആവുന്ന അവകാശവാദമൊന്നും നമുക്കില്ല. വളരെ ക്രൂരമായിട്ട് തൊഴിലാളിയെ അടിമകളെ പോലെ, അടിമകളല്ലെന്നേ, ഒരു ആടിനെ പോലെ, ഒരു ഒട്ടകത്തെ പോലെ വെറും മനുഷ്യനായി പോലും കാണാത്ത അറബികളുണ്ട്. അതൊരു വസ്തുതയാണ്. അത്തരം അറബികൾക്ക് കീഴിൽ നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ വിവിധ ദേശക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അവർക്ക് ഇതുപോലെ ഫുഡിന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് റൂമിന്റെ പ്രശ്നങ്ങളുണ്ട്. യാതൊരു ആനുകൂല്യവും, ശമ്പളം മാത്രമല്ല യാതൊരു ആനുകൂല്യവും ലഭിക്കാത്ത നിരവധി പേര് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ പോലുള്ള പരമതെണ്ടികൾ കേവലം റീച്ചിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ വലിയ തൊഴിൽ പീഡനങ്ങളും ക്രൂരതകളും ശമ്പളമില്ലായ്മയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രവാസി സഹോദരന്മാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായത്തിന് വേണ്ടി ശബ്ദമുയർത്തിയാൽ അതിനെപ്പോഴും ആളുകൾ സംശയത്തോടെ കാണുകയുള്ളൂ. ഇവനെപ്പോലുള്ള പരമതെണ്ടികൾ കാണിക്കുന്ന ഈ ചെറ്റത്തരം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സ്വന്തം കഫീലിനെയും ആ നാടിനെയും അങ്ങേയറ്റം അപമാനിച്ച ഈ ബംഗാളി പ്രവാസി തെണ്ടി യഥാർത്ഥത്തിൽ അനവധി പ്രശ്നങ്ങൾ നേരിടുന്ന തൊഴിലാളി സുഹൃത്തുക്കളുടെ മുഖത്താണ് ഇവൻ അടിച്ചത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക് ഒരു മികച്ച റെഫറൻസ് തന്നെയാണ് ഈ സംഭവം. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തകർത്തത്.